നമസ്കാരം. ദൈവത്തിന്റെ പേര് പറയുന്നവരെ കേരളത്തിൽ സർക്കാർ ജയിലിൽ അടയ്ക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല. പ്രളയ ദുരിതത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്നും ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞു. എന്നാൽ കേരളത്തെക്കുറിച്ച് അസത്യവും വസ്തുതാവിരുദ്ധവുമായ പരാമർശങ്ങൾ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരിച്ചടിച്ചത്. ദൈവനാമം ഉച്ചരിച്ചതിന് ഒരാളെ പോലും ജയിലിൽ അടച്ചിട്ടില്ല. മതത്തിന്റെ പേരിൽ അതിക്രമം നടത്തിയാൽ സംരക്ഷണം ലഭിക്കുന്നത് BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കള്ളം പറയുന്നത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എന്ന് കേരളം പരിശോധിക്കട്ടെ. എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ പ്രചാരണം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിൽ അക്രമം നടത്തിയവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ദൈവത്തിന്റെ പേര് പറഞ്ഞതിന് ആർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പ്രധാനമന്ത്രി ഒരു RSS പ്രചാരകനായി മാറരുതെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന് രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. പ്രധാനമന്ത്രി പദത്തിന് ചേർന്ന പരാമർശങ്ങളല്ല നരേന്ദ്രമോദി നടത്തിയത്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ വസ്തുതകൾ മനസ്സിലാക്കി സംസാരിക്കണമെന്നും നുണ പലവട്ടം ആവർത്തിച്ച് സത്യമാക്കാൻ നോക്കുകയാണ് മോദിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വിശ്വാസികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. അക്രമികൾക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. കേരളത്തിൽ ദൈവത്തിന്റെ പേരുച്ചരിച്ചതിന് ആരെങ്കിലും അറസ്റ്റിലായതായി ചൂണ്ടിക്കാണിക്കാമോ എന്നും പിണറായി വെല്ലുവിളിച്ചു. ഗുജറാത്തിൽ കളിച്ചതുപോലുള്ള കളി ഇവിടെ RSSകാരെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുവിട്ടതായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ആ അക്രമികളെ പുണ്യവാളന്മാരാക്കി ചിത്രീകരിക്കുന്ന ഒരു നിലപാട് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ലായിരുന്നു. ഗുജറാത്തിൽ കളിച്ച കളി കേരളത്തിൽ RSSകാരെ ഉപയോഗിച്ച് കളിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. പ്രളയത്തിന് കാരണം സർക്കാരാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അപകടകരമാണ്. ഇത്രത്തോളം വിദ്വേഷം കലർന്ന മനസ്സ് കേരളത്തോടുണ്ടെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. 24 കണ്ണൂർ. ദൈവത്തിന്റെ പേര് പറയുമ്പോൾ കേരളത്തിൽ ജയിലിലാകുന്നു ആളുകൾ എന്നത് തുടർച്ചയായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഉയർന്നു വന്ന ഒരു വിഷയമാണ്. BJP കേരളത്തിന് പുറത്തും ഈ വിഷയം പല ആവർത്തി ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ആളുകൾ ജയിലിൽ കഴിയുന്ന സ്ഥിതി, ജയിലിൽ പോകുന്ന സ്ഥിതിയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. നേരത്തെ BJP അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷായും ഇതേ വിഷയം ഉന്നയിച്ചിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി പരിശോധിക്കാം. देश की सेना, उसका सम्मान देश की सुरक्षा से सीधा सीधा जुड़ा हुआ है. लेकिन कांग्रेस को उनके लिए, ये अब तक सरकार में जो भी भागीदार रहे उनके लिए देश की सेना और सुरक्षा और डिफेंस मंत्रालय सिर्फ ATM बन के रह गया है. उसमें से रुपये मारना यही उनका काम रहा है. ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞതിന് ആരാണ് ജയിലിൽ കഴിയുന്നത്? ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന് കാരണക്കാർ സംസ്ഥാന സർക്കാരാണോ? ഈ വിഷയമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മോടൊപ്പം CPM നേതാവ് ജെയ്സി തോമസ് ഉണ്ട്. ജയ്ക്ക്, ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത്, അതിനു മുൻപ് അമിത്ഷാ ഇതിനു മുമ്പ് കേരളത്തിൽ പറഞ്ഞത്, അതല്ലാതെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ പറഞ്ഞത്, ഇതെല്ലാം കേരളത്തിൽ ദൈവത്തിൻ്റെ പേരുച്ചരിക്കാൻ കഴിയില്ല എന്നായിരുന്നു. ദൈവത്തിൻ്റെ പേരുച്ചരിച്ചാൽ കേരളത്തിൽ ജയിലിൽ പോകേണ്ട സാഹചര്യമാണ് എന്നും പറഞ്ഞു. ആരാണ് അത്തരത്തിൽ ജയിലിൽ കഴിയുന്നത്? അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഈ ആരോപണം ഉന്നയിച്ച, ഈ ആക്ഷേപം ഉന്നയിച്ച ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ തെറ്റായ ആരോപണങ്ങൾക്കുള്ള മറുപടി വസ്തുതാപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ദൈവത്തിന്റെ, അത് ഏത് മതത്തിൽപ്പെട്ടതാകട്ടെ, ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് ഉച്ചരിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരാൾക്കും ഏതെങ്കിലും തരത്തിലൊരു പീഡനം ഏറ്റതായി
സമീപത്തൊന്നും പറയാനില്ല. പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൃത്യമായിട്ട് RSSന്റെ സംഘപരിവാരത്തിന്റെ BJPയുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞ 5 വർഷ കാലയളവിലെ ഭരണത്തിനുള്ളിൽ ഒരൊറ്റ ഭരണ നേട്ടങ്ങളുടെയും പേരിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയില്ല. ആ സ്ഥിതിയില്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്ത് മതത്തെ ഉപയോഗിച്ച്, ജാതിയെ ഉപയോഗിച്ച്, വർഗീയതയെയും അതിദേശീയതയും ഉപയോഗിച്ച് ജനങ്ങളെ വീണ്ടും ശിഥിലീകരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള RSS തന്ത്രങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ പറയേണ്ടതായി വരുന്നത്. മറ്റൊരു സാഹചര്യമുണ്ടല്ലോ, എന്തായാലും സംസ്ഥാനത്ത് ഒരു സാഹചര്യമുണ്ട്. അതായത് ശബരിമലയുടെയോ അയ്യപ്പന്റെയോ പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ലംഘിച്ചവർക്കെതിരെ നടപടിയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ആണ് ഇതിന് ഉത്തരവാദി എന്ന മട്ടിൽ പ്ലേസ് ചെയ്യുകയായിരുന്നോ പ്രധാനമന്ത്രി ചെയ്തത്? 100%. അക്കാര്യത്തിൽ മറ്റൊന്നുമല്ല, RSSും BJPയും ഈ ശബരിമലാനന്തര കാലയളവിലെ വിവാദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ എമ്പാടും നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സമീപകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ ഒരു ഘട്ടത്തിലും ശബരിമല ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരുന്നില്ല. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ, കേരളത്തിലെ MP മാരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തന രാഹിത്യം, അതേപോലെ തന്നെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, അത്തരം കാര്യങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ ഓറിയന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമീപകാലത്ത് ഒരു 3 ദിവസത്തെ വ്യത്യാസങ്ങളിൽ മാത്രം പെട്ടെന്ന് ഈ ചർച്ചകൾ കൊണ്ട് തെരഞ്ഞെടുപ്പിനെ മലീമസമാക്കണമെന്ന RSS അജണ്ടയുടെ ഭാഗമായിട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള RSSന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള സ്വാമിമാരും ശശികല ടീച്ചറും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, ശബരിമല കർമ്മസമിതിക്ക് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് ചട്ടമൊന്നും പ്രധാനമല്ല എന്ന നിലയ്ക്ക് അവർ പറയുന്നു. അതിനുശേഷമാണ് 2-3 ദിവസക്കാലത്തെ വ്യത്യാസങ്ങളിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള മതന്യൂനപക്ഷങ്ങളെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. അതേപോലെ തന്നെ BJPയുടെ അമിത്ഷാ പൗരത്വ ബില്ല് പാസ്സാക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ പറയുന്നു, ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും മാത്രമാണ്. ഞങ്ങൾ ഈ പൗരത്വ ബിൽ നടപ്പിലാക്കി കഴിയുമ്പോൾ ഈ രാഷ്ട്രത്തെ ഇതര മതസ്ഥരെ ഞങ്ങൾ ഓടിച്ചു കളയും, ഇന്ത്യയെ ശുദ്ധീകരിക്കുമെന്ന് NDAയുടെ അഖിലേന്ത്യാ കൺവീനർ പറയുന്നു. യോഗി ആദിത്യനാഥ് നടത്തിയ കേട്ടാൽ അറയ്ക്കുന്ന വർഗീയ ചുവയുള്ള പ്രസ്താവന, ഇതൊക്കെ വളരെ ക്രോഡീകരിക്കപ്പെട്ട, നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട അജണ്ടയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കപ്പെട്ടവയാണ്. അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് തന്നെ കേരളത്തിലും ശ്രമിക്കുന്നു. കർണാടകത്തിലും ബാംഗ്ലൂരിലും പ്രസ്താവന നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള RSS ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ഇതിനെ ഉപയോഗിച്ചത്. നന്ദി ജേക്ക് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്, മാധ്യമപ്രവർത്തകൻ. ശ്രീ ജേക്കബ് ജോർജ്, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും കേരളത്തിലെ വിഷയങ്ങൾ ഈ മട്ടിൽ തന്നെ നിൽക്കുകയാണെന്ന് മാത്രമല്ല, ശബരിമലയെ ചുറ്റിപ്പറ്റി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. അത് ആ മട്ടിൽ അവതരിപ്പിക്കാൻ പരിമിതിയുള്ളത് കൊണ്ട് അത് മറ്റൊരു തരത്തിൽ സർക്കാർ ഇവിടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ വിഷയത്തെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? BJPയുടെ കൈമുതൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ BJPയുടെ കൈമുതൽ എന്ന് പറയുന്നത് എപ്പോഴും ഈ നുണപ്രചാരണമാണ്. പ്രചാരണം തന്നെ അതിന്റെ ഒരു പല തലത്തിലേക്ക് പോകും. അതിൽ പ്രധാനം കള്ളത്തരം പറയുക, പച്ച കള്ളത്തരം പറയുക, നട്ടാൽ കുരുക്കാത്ത നുണ പറയുക. ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ ദൈവത്തിന്റെ കാര്യം, കേരളത്തിൽ വന്ന് ശബരിമലയുടെ കാര്യം മിണ്ടാൻ പാടില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ, തീർച്ചയായിട്ടും ഇതൊക്കെ തനിക്ക് ഈ നിയമങ്ങളും ചട്ടങ്ങളും തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും ഒന്നും ബാധകമല്ല എന്ന മട്ടിലാണ് പ്രധാനമന്ത്രിയുടെ പോക്ക്. ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം വളരെ മലീമസമായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ, പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം, അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇവിടെ പ്രതിപക്ഷത്തെ എതിരാളികളെ ചവിട്ടി മതിക്കുക, സ്വന്തക്കാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുക, ആ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല, ഇപ്പം റെയ്ഡ്, ഇൻകം ടാക്സ് റെയ്ഡ്, ശത്രു പാർട്ടികളുടെ മുഴുക്കെ നേതാക്കന്മാരുടെ വീടുകളിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അവരെ വിടുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് റെയ്ഡ് നടത്തിപ്പിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കനിമൊഴിയുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ റെയ്ഡ് നടത്തിയത്. ഒന്നും കണ്ടെത്തിയില്ല. പക്ഷെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ മാറിയ മുഖമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം കൂടി ഇപ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് എ റഹീം,
ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇത് പ്രധാനമന്ത്രി ആദ്യമായല്ല ഇന്നലെ ഈ പരാമർശം ഇവിടെ നടത്തിയത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായല്ല പ്രധാനമന്ത്രി ഈ വിഷയം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തുടർച്ചയായ കേസുകൾ, അതായത് ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകൾ ഈ സ്ഥാനാർത്ഥികളായ BJP നേതാക്കൾക്കെതിരെ വളരെ പെട്ടെന്ന് വന്നതായിരിക്കുമോ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാവുക? അതൊന്നുമല്ല. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാനൊന്നുമില്ല. വലിയ വാഗ്ദാനങ്ങളിലായിരുന്നു അദ്ദേഹം അധികാരമേറ്റെടുത്തത്. ഇപ്പോൾ നമുക്കറിയാം, കോൺഗ്രസ് തുടർന്നു വന്നിരുന്ന രണ്ടാം UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് കടുത്ത അഴിമതി, വലിയ ജനവിരുദ്ധ നയങ്ങൾ, ദുരിതത്തിലായ കർഷകർ, തൊഴിൽ നഷ്ടപ്പെട്ട യുവതീ യുവാക്കൾ, അങ്ങനെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ശക്തമായ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ മോദിക്ക് അനുകൂലമായ വോട്ടായി മാറിയത്. മോദി അധികാരമേറ്റെടുത്ത് ഇത്രയും കാലത്തിനിടയിൽ എന്തു പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുക? ഇവിടെ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുകയല്ലാതെ അവരുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഇവിടെ നോട്ട് നിരോധനത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ? നോട്ട് നിരോധനം നടത്തിയ മോദിക്ക് ഒരു വോട്ട് തരണമെന്ന് ഒരു തിരഞ്ഞെടുപ്പ് അനൗൺസ്മെൻറ്റ് വാഹനത്തിലോ ഒരു നോട്ടീസിലോ ഒരു പ്രചരണ യോഗത്തിലോ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് തന്നെ പച്ചയ്ക്ക് കത്തിക്കാനല്ലേ പറഞ്ഞത്. GSTയെക്കുറിച്ചോ നോട്ട് നിരോധനത്തെക്കുറിച്ചോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അതിൻ്റെ മേന്മയെക്കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ മോദിക്ക് സാധിക്കുമോ? സാധിക്കുന്നില്ല. മറിച്ച് തീവ്ര വർഗീയതയാണ് പറയുന്നത്, തനി വർഗീയത. അത് മോദി മുതൽ ശ്രീ ശ്രീധരൻപിള്ള വരെ അത് പറയുന്നു എന്നുള്ളതാണ്. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജനങ്ങളെ വിഘടിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് കമ്മ്യൂണൽ പോളറൈസേഷനിലൂടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനാണ് എക്കാലവും അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അമിത്ഷായ്ക്കായിരുന്നു കഴിഞ്ഞ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ചുമതല കൊടുത്തത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഉത്തർപ്രദേശിൽ ചെന്നതിന് ശേഷമുള്ള കാലയളവ് നിങ്ങൾ നോക്കൂ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് നോക്കിയാൽ വർഗീയ കലാപങ്ങളുടെ എണ്ണം ഭീകരമായി വർദ്ധിച്ച് നമുക്ക് ആ കാലയളവിൽ കാണാൻ കഴിയും. കാരണം ചെല്ലുന്നു, വർഗീയത പ്രചരിപ്പിക്കുന്നു, വോട്ട് രേഖപ്പെടുത്തുന്നു. ഞാൻ ശ്രീ ഹർഷനോട് വിനയപുരസ്സരം പറയുന്നൊരു കാര്യം, ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരോട് ദയവ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഇത് ഈ കാണുന്നതിനേക്കാൾ അപകടകരമാണ് RSS താഴെ നടത്തുന്ന ചില ഹീനമായ ശ്രമങ്ങൾ. വീടുകളിലേക്ക് ചെന്ന് തനി വർഗീയത പറയുകയാണ്, പച്ച വർഗീയത പറയുകയാണ്. ജനങ്ങളെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയും അതോടൊപ്പം തന്നെ വ്യാജ സന്ദേശങ്ങളിലൂടെയും നിരവധി പച്ചക്കളങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വർഗീയമായി കമ്മ്യൂണലി വിഭജിക്കുന്നതിനാവശ്യമായി അതിലൂടെ വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു വളരെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ശൈലി, BJPയുടെ പൊതുശൈലി, ആ ശൈലി കേരളത്തിൽ കൂടി അവർ കൂടുതൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ തെളിവാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഈ മട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം ശബരിമല മാത്രമാണ്, അല്ലെങ്കിൽ ആ മട്ടിൽ വർഗീയമായി മാത്രമുള്ള ഒരു അജണ്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ തുടർച്ചയാണോ പ്രധാനമന്ത്രി ഈ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങൾ? കാരണം മുഖ്യമന്ത്രി ഇന്ന് സമ്പൂർണ്ണമായും അതിനെ നിഷേധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആരെയാണ് ആ മട്ടിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കൂ എന്ന് അങ്ങനെ ആരെയെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ ശ്രീ B. ഗോപാലകൃഷ്ണൻ? മർദ്ദിക്കുകയും ചെയ്ത സമീപനമല്ലേ ഈ കേരളത്തിൽ നടന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണ് സുഹൃത്തെ ഈ കേരളത്തിൽ എടുത്തിരിക്കുന്നത്? ഓരോ ശബരിമലയിലെ ഓരോ അയ്യപ്പ വിശ്വാസികളും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവതീ പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നാമം ജപിക്കാൻ വേണ്ടി ശ്രമിച്ചവരെ 215 കേസ്, 116 കേസ്. ഞാനൊരു സ്ഥാനാർത്ഥി ആയില്ല എന്നേ ഉള്ളൂ, എന്റെ പേരിലുണ്ട് 28 കേസ്. ഇത് എന്തടിസ്ഥാനത്തിൽ ഞാൻ ആർക്കെതിരെ എന്ത് ചെയ്തു? ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമല്ലേ? ബഹുമാനപ്പെട്ട തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യപ്പൻ എന്ന് പോലും പറഞ്ഞില്ല, അയ്യൻ എന്ന് മാത്രമേ പറഞ്ഞു. അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയിലാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹം സ്റ്റുഡിയോയിലെത്തും. അതിനുശേഷം അദ്ദേഹത്തിന് ഈ മറുപടി തുടരാം എന്നും കരുതുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഈ ശബരിമല വിഷയത്തിൽ സമരപരിപാടികളിൽ ഒരു നിലപാടുമായി ശബ്ദ സംവിധാനത്തിൽ ചെറിയ തകരാറുണ്ട്. അതുകൊണ്ട് ശ്രീമതി ദീപ്തി മേരി വർഗീസിലേക്കും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. റഹീമിലേക്കാണ്. റഹീം, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ കേട്ട് കാണുമല്ലോ. അദ്ദേഹം പറയുന്നത് ആ കേസുകളെക്കുറിച്ച് തന്നെയാണ്. അതായത് B. ഗോപാലകൃഷ്ണനെതിരെയും കേസുണ്ട്, സുരേഷ് ഗോപിക്കെതിരെ കേസുണ്ട്, സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാർക്കെതിരെയും കേസുണ്ട്. K. സുരേന്ദ്രനെതിരെ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഒരു പത്രം മുഴുവനായി മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. ഈ സ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ്, ഈ CPM സർക്കാരാണ്, ഇടതു സർക്കാരാണ് എന്നാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്.
ഇവിടെ കേസുകളെടുത്തിട്ടുണ്ട്. കേസുകളെടുത്തത് ശബരിമലയിൽ ദർശനത്തിന് പോയവരുടെ പേരിലല്ല കേസെടുത്തത്, മറിച്ച് ദർശനത്തിന് പോയവരെ തടയാൻ ശ്രമിക്കുകയും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തവർക്കെതിരായിട്ടാണ് കേസെടുത്തത്. ഞാൻ ശ്രീ ഹർഷനോട് ചോദിക്കുന്നു, അന്ന് ന്യൂസ് 24 നിങ്ങളുടെ ഈ ചാനൽ പ്രദർശനം ആരംഭിച്ചിരുന്നില്ല, പ്രക്ഷേപണം ആരംഭിച്ചിരുന്നില്ല. അതിനു മുമ്പാണ് ഈ ശബരിമല ഇഷ്യൂ നടക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് അന്ന് അറിഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ന്യൂസ് 24 മാധ്യമ സംഘത്തെ, ഒരു തെറ്റും ചെയ്യാത്ത മാധ്യമ സംഘത്തെ ഒരു കാട്ടിനകത്ത് തട്ടിക്കൊണ്ടുപോയാണ് മണിക്കൂറുകളോളം ആക്രമിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? ആക്രമിച്ചവർക്കെതിരെ കേസ് കൊടുക്കാതെ താമ്രപത്രമാണോ കൊടുക്കേണ്ടത്? പൂജാ പ്രസന്ന NDTVയുടെ റിപ്പോർട്ടർ, അല്ല പൂജാ പ്രസന്ന നമ്മുടെ ഇവരുടെ സ്നേഹാകോശി NDTVയുടെ റിപ്പോർട്ടർ, പൂജാ പ്രസന്ന റിപ്പബ്ലിക് TVയുടെ റിപ്പോർട്ടർ, എത്ര മാധ്യമപ്രവർത്തകരെയാണ് ആക്രമിച്ചത്? വനിതകളെ എത്ര പേരെയാണ് ആക്രമിച്ചത്? തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേർക്ക് RSSന്റെ പ്രചാരകൻ ബോംബെറിഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ആ ബോംബെറിഞ്ഞ കേസിലെ പ്രതിക്ക് എന്തു കൊടുക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്? RSSകാർ തെരുവിൽ അഴിഞ്ഞാടുമ്പോൾ, ബോംബെറിയുമ്പോൾ, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമ്പോൾ, വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരുവിൽ ശ്രമിക്കുമ്പോൾ എന്തിനായിരുന്നു ഇവർ കരീം ഉസ്താദ് എന്ന് പറയുന്ന ഒരു സാധാരണ മുസ്ലിയാരെ അന്ന് ആക്രമിച്ചത്? മുഖ്യമന്ത്രി തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞില്ലേ, ആ സന്ദർഭത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ RSS തീവ്ര ശ്രമം നടത്തിയിരുന്നു. നിയമസഭയിൽ അദ്ദേഹം രേഖാമൂലം പറഞ്ഞതാണല്ലോ അത്. അപ്പോൾ അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ കേസെടുക്കാതിരിക്കണമെങ്കിൽ BJPക്ക് ഇഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയോ കോൺഗ്രസോ കേരളം ഭരിക്കണം. അതല്ല, പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ കേസെടുക്കാതിരിക്കാനാകില്ല, കേസെടുക്കേണ്ടി വരും. അങ്ങനെ കേസെടുക്കുമ്പോൾ എന്തിനാണ് ഈ നിലയിലെല്ലാം വീണ്ടും പറയുന്നത്? നിങ്ങളൊരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ആ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ആർക്കെതിരായാലും കേസെടുക്കും. അല്ലെന്താ പ്രശ്നം? നിങ്ങളൊരു കലാപം ഉണ്ടാക്കിയാൽ ഹർത്താൽ നടത്തി ഹർത്താലിന് പുറകിൽ കേസെടുക്കാൻ പറഞ്ഞത് ഹൈക്കോടതിയല്ലേ? ഈ TP സെൻകുമാർ ഉൾപ്പെടെ ശബരിമല കർമ്മസമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പേർക്കെതിരെയും കേസെടുത്തത് ഹൈക്കോടതി പറഞ്ഞിട്ടല്ലേ കേസെടുത്തത്? അപ്പോൾ കേസെടുക്കണ്ടേ? തീർച്ചയായും. റഹീം, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട് നേരിട്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ കേസ് എടുത്തിട്ടുള്ളത് ഈ അക്രമ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ അതിക്രമം നടത്തിയാൽ സംരക്ഷണം ലഭിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും, കേരളത്തിൽ അത് ലഭിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഹർഷ, അക്രമം നടത്തി എന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരാൾക്കെതിരായിട്ട് അക്രമം നടത്തിയതിൻ്റെ പരാതിയുണ്ടോ? ഇവിടെ ഈ റഹീം പറയുന്നത് ശുദ്ധാസംബന്ധമല്ലേ? കാരണം റഹീം പറയുന്നത് അക്രമം നടത്തി. ആരെ ആക്രമിച്ചു? ഏത് പത്രപ്രവർത്തകരെ ആക്രമിച്ചു? ആ പത്രപ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പരാതി വരട്ടെ, ആരെ ആക്രമിച്ചതെന്ന് അറിയട്ടെ. ഈ ആക്രമിച്ചതാണോ? 40,000 ആളുകൾ ചേർന്നിട്ടാണോ ഒരാളെ ആക്രമിക്കുന്നത്? അല്ലല്ല, 40,000 ആളുകൾ ചേർന്ന് ആക്രമിച്ചിട്ടില്ല. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് പറയരുത്. മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അല്ല ഹർഷ, മാധ്യമപ്രവർത്തകർക്കെതിരെ കേരളത്തിൽ അക്രമം ഉണ്ടാവുന്നു ആദ്യമായിട്ടാണോ? കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തുമാത്രം അക്രമങ്ങൾ ഈ DYFI ചെയ്തിട്ടുണ്ട്? ഈ മാധ്യമപ്രവർത്തകരെ സ്വാഭാവികമാണ്, ഞാൻ നിഷേധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ, 40,000 ആളുകൾക്കെതിരെയുള്ള കേസാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ശബരിമലയുടെ 18-ാം പടിയുടെ താഴെ ഒരു പാവം സ്ത്രീയെ RSSകാർ മർദ്ദിച്ചു, BJPക്കാർ മർദ്ദിച്ചു. ഇവരെ പ്രഖ്യാപിക്കുകയും പറയുകയും എല്ലാ വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീ എൻ്റെ വീടിനടുത്താണ്. ആ സ്ത്രീയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു, എന്നെ ഒരാളും ചെയ്തിട്ടില്ല, ഒരു വാക്ക് എനിക്ക് ഉപദ്രവിച്ചില്ല, എൻ്റെ കാലിന് മുറിവ് സംഭവിച്ചു, അത് പോലീസിൻ്റെ ബൂട്ടിട്ടിട്ടാണ്. പോലീസ് ഇന്നു വരെ ശബരിമലയിൽ ബൂട്ടിട്ടിട്ടില്ല. പോലീസിൻ്റെ ബൂട്ട് ഇവർ കൊടുത്ത ബൂട്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റഹീം പറയുന്നത് കേട്ടു, നോട്ട് നിരോധിച്ചതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാമായിരുന്നില്ലേ നരേന്ദ്രമോദിക്കെന്ന്. റഹീമെ, നിങ്ങൾ PSCയിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നില്ലേ, എവറസ്റ്റ് കൊടുമുടി കയറിയത് ആര് എന്ന് ചോദിക്കുന്നത് പോലെ ശബരിമലയിൽ കയറിയത് ആരാ? കനകുതുറയെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ ചെയ്യാ? ഞങ്ങൾ സർ, ഞാൻ വേണ്ടെന്ന് ഞാനൊന്ന് പറയട്ടെന്ന്. ഒന്ന് റഹീം വല്ലാതെ പൊള്ളല്ലേ, ഞാനൊന്ന് പറയട്ടെ. റഹീമിനെതിനാ റഹീമിനോട് പറയുമ്പോ ഹർഷൻ തന്നെ പൊള്ളുന്നത്? അല്ല, അത് ഇടപെട്ട് പറയുന്നത് നേരത്തെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. ഒരേ മനസ്സുള്ള ആൾക്കാർക്ക് വേദനയൊക്കെ ഉണ്ടാവും. ഞാൻ പക്ഷെ പറയട്ടെ, പറയാൻ അനുവദിക്ക്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കനകദുർഗയെ കൊണ്ടുവരുന്നില്ല? വേണ്ട, ഇപ്പം ശബരിമലയുടെ നടയടച്ചതെന്നാ എന്തേ? ഇപ്പം സാധാരണ ഗണപതി അമ്പലം വരെയെങ്കിലും സ്ത്രീകൾ പോവും, യുവതികൾ. ഇപ്പോൾ ഗണപതി അമ്പലമല്ല, നിലയ്ക്കൽ തടയുക. എന്താ കാരണം? നിലയ്ക്കലിൽ വെച്ച് തന്നെ സ്ത്രീകളെ പുറകോട്ട് പോവുക.
എന്താ കാരണം? ശബരിമലയുടെ വിഷയത്തിൽ നവോത്ഥാനം നടത്തി ഞങ്ങൾ രാത്രി 12:30 മണിക്ക്, ആരും അറിയാത്ത സമയത്ത് 2:30 മണിക്ക് യുവതികളെ കയറ്റിവരാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതൊന്ന് കാണട്ടെ. പിന്നെ നിങ്ങൾ അക്രമത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ പന്തളത്ത് പാവം ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരനെ പാർട്ടി ഓഫീസിൻ്റെ മുകളിൽ നിന്ന് കല്ലെടുത്തിട്ട് തല ചതച്ച് കൊന്നവരായി ഇവർക്കെതിരെ. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഹൃദയസ്തംഭനമാണ്. ഡോക്ടർമാർ ഇത് ഇത്രയും വിശദമായി ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇനി ഞാൻ എന്തായാലും ഇടപെടുകയാണ്. മാത്രമല്ല, ഞാൻ ഇടപെട്ടത് തീർച്ചയായും താങ്കൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടോ? അല്ല, മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടോ? എവിടെയാണ് ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ ഇടപെടാതെ നിവൃത്തിയില്ല. കാരണം 24-ന്റെ മാധ്യമപ്രവർത്തകനടക്കം ആക്രമിക്കപ്പെട്ടതാണ്. അത് വാസ്തവമാണ്. പിന്നെ 40,000 പേരെ 40,000 പേർക്കെതിരെയുള്ള കേസിനെ കുറിച്ചല്ല താങ്കൾ സൂചിപ്പിച്ചു വന്നതും. ഞാനതായാലും അല്ല, ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. മാധ്യമപ്രവർത്തകർക്ക് നിലയ്ക്കലിൽ ഉണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ അല്ല, ഞാൻ റിപ്പോർട്ടർ ചാനലിലെ ആ പരിക്ക് പറ്റിയ പ്രവർത്തകനെ ഞാൻ പോയി അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അയാളെ കാണാൻ വേണ്ടി പോകാനൊക്കെ ശ്രമിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർക്ക് അന്നത്തെ KAP ക്യാമ്പിൽ പോലീസുകാർക്ക് നമുക്ക് വിഷയത്തിലേക്ക് തന്നെയാണല്ലോ വരേണ്ടത്. അതുകൊണ്ട് ചോദിക്കട്ടെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എന്താണ് സംസ്ഥാനത്തിന് നൽകിയിരുന്ന നിർദ്ദേശം? അത് താങ്കൾ പറയൂ. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇവിടെ സംഘർഷ സാധ്യതയുണ്ട് എന്നും സംഘർഷ സാധ്യത ചെറുക്കാൻ വേണ്ട കർശനമായ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നില്ലേ? അതെന്തിനാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം? ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ നിറവേറ്റി എന്ന് സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയില്ലേ? ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷവും പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയുക? അതായത് ദൈവനാമം ഉച്ചരിച്ചത് കൊണ്ട് ഇവിടെ ആളുകൾ ജയിലിൽ പോകുന്ന സ്ഥിതിയാണെന്ന് എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ കഴിയുക? കാരണം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ വിഷയത്തിൽ ഒരു നിലപാടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് തെറ്റാ. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരു നിലപാടല്ല. കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള നിർദ്ദേശവും യുവതികളെ കയറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല. യുവതികളെ കയറ്റിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ പ്രശ്നവും ഞങ്ങൾ പരിഹരിച്ചാൽ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും വാട്സാപ്പിൽ കേന്ദ്ര ഗവൺമെൻറ് അയച്ചിട്ടുള്ള ആഭ്യന്തര വകുപ്പ് അയച്ചിട്ടുള്ള കടലാസുണ്ട്. അത് തമിഴ്നാട് ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ട്, അത് കർണാടക ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ട്, അത് ആന്ധ്ര ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ട്, അത് കേരള ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത്തരം വലിയ ആൾക്കൂട്ടത്തോടു കൂടി വരുന്ന ഒരു കേന്ദ്രമാണ് ശബരിമല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ വിഷയം പല ആവർത്തി ചർച്ച ചെയ്തതും പല ആവർത്തി അവതരിപ്പിച്ചതുമായ വിഷയമാണ്. അതിന്റെ തുടർച്ചയിൽ ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീമതി ദീപ്തി മേരി വർഗീസിലേക്ക്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഈ വിഷയത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്കും കോൺഗ്രസിനും ഒരു നിലപാടുണ്ട്. എന്തായാലും ഈ സർക്കാരിന്റെ നിലപാടിൽ നിന്ന് വിരുദ്ധമാണ് സർക്കാർ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പേര് പറയുന്നവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു ശീലം ഈ സംസ്ഥാനത്തുണ്ടോ? അങ്ങനെ ആരെങ്കിലും ജയിലിൽ കിടപ്പുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തകർക്കെതിരെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ ദൈവത്തിന്റെ പേര് പറഞ്ഞതിന്? ഇവിടെ CPMൻ്റെയും BJPയുടെയും നിലപാട് ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികൾക്കെതിരാണ് എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഇവർ BJPയുടെ കാര്യം ആദ്യം പറയാം. എനിക്ക് രണ്ടുപേരോടും പറയാനുള്ള മറുപടിക്കുള്ള സമയം തരണം. ഇവിടെ BJP ചെയ്തത് എന്താണ്? ഈ കേസ് കൊടുത്തത് RSSുമായി ബന്ധമുള്ള ആളുകൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ കോടതി വിധി വന്നതിന് ശേഷമുള്ള കാര്യം പറയാം. സുപ്രീം കോടതിയുടെ വിധി വരുന്നു. വിധി വന്നതിന് ശേഷം ഇവരിവിടെ സമരങ്ങൾ നടത്തുന്നു, ഹർത്താൽ നടത്തുന്നു. ഒരു വിശ്വാസവും ഇല്ലാത്ത പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി BJPയുടെ നേതാക്കന്മാർ സമരം നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയായിരുന്നു ഇത് പറയേണ്ടിയിരുന്നത്. ഈ സുപ്രീം കോടതിയുടെ വിധിയെ അതിജീവിക്കാൻ ഭരണഘടനാപരമായി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഓർഡിനൻസ് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. നിയമനിർമ്മാണത്തിന് അവർക്ക് 3/2 ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒഴിയുമായിരിക്കും. KC വേണുഗോപാൽ MP പാർലമെന്റിൽ ചോദിച്ചു, ഇതിന് നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു. BJPയുടെ ഒരു നേതാക്കന്മാരും അതിനോട് പ്രതികരിച്ചിട്ടില്ല.
അപ്പോൾ ഓർഡിനൻസ് കൊണ്ടുവരാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ശ്രീമതി അതിന് ദീപ്തി തുനിയാതെ തീർച്ചയായും ആ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം, നമ്മളത് പല ആവർത്തി ചർച്ച ചെയ്തതാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിൽ, അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ പ്രധാനമന്ത്രി പറയുകയാണ്, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അദ്ദേഹം വിശദമായി പറയുകയാണ്, കേരളത്തിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടും. അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വിശദീകരിക്കുന്നുമുണ്ട്. ആ മട്ടിലൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടോ? ഈ കേരളത്തിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞാൽ ജയിലിലിടുന്ന അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ BJP-യുടെ ആളുകൾ സമരത്തിന്റെ അവർ അക്രമം നടത്തിയതിന്റെ പ്രത്യേകത കൊണ്ട് ജയിലിലിട്ട് കാണും. ജയിലിടാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് CPM ആണ്, CPM-ന്റെ ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ സുപ്രീം കോടതിയുടെ വിധി വരാനുള്ള കാര്യവും ഞാൻ ചരിത്രം പറയേണ്ട എന്ന് പറയുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. റഹീം ചിരിക്കണ്ട. താങ്കൾ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി രമേശ് ചെന്നിത്തലയും BJP-യുടെയും കാര്യം. നിങ്ങളുടെ ഒരു വലിയ തന്ത്രമാണിത്. നിങ്ങൾ ഭക്തർക്ക് അനുകൂലമായും വിശ്വാസികൾക്ക് അനുകൂലമായും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ ഉടനെ തന്നെ അവരെ സംഘികളാക്കി മാറ്റും. ആ തന്ത്രം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. താങ്കൾ എന്നെ പരിഹസിച്ച് ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിങ്ങൾ മാത്രമാണ് ഈ ശബരിമല വിഷയം ഇത്രയും വഷളാവാൻ കാരണം. വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം പോലും ഇതിൻ്റെ അകത്ത് ഒരു ധാരണ ഉണ്ടാക്കി മുമ്പോട്ട് പോകാമായിരുന്നു. അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം തന്നെ സ്ത്രീകളെ ശബരിമലയ്ക്ക് കയറ്റണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് നിങ്ങളുടെ ഗവൺമെന്റാണ്. അതിനുവേണ്ടി പോലീസിനെയും മറ്റ് സന്നാഹങ്ങളും ഒരുക്കിയത് നിങ്ങളാണ് രഹസ്യമായിട്ട് സ്ത്രീകളെ ശബരിമലയെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചത്. നിങ്ങളുടെ ധാർഷ്ട്യം, നിങ്ങളുടെ പിടിവാശി, ഇതൊക്കെയാണ് ശബരിമല വിഷയം ഇത്രയും വഷളാവാനുള്ള കാരണം. അതിനോടൊപ്പം ശ്രീധരൻ പിള്ള പറഞ്ഞതുപോലെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് BJP-യുടെ നേതാക്കന്മാരെടുത്തു. ഇത് വോട്ട് കിട്ടാനുള്ള, മറ്റേ രാമക്ഷേത്രം പറയുന്നത് പോലെ ശബരിമലയും, യോഗി ആദിത്യനാഥ് വന്ന് പറഞ്ഞല്ലോ പത്തനംതിട്ടയിൽ, ശബരിമല ക്ഷേത്രവും രാമക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന്. ആ ബന്ധം വോട്ട് കിട്ടാനുള്ള സുവർണവസരം, ശ്രീധരൻപിള്ള പറഞ്ഞ ഇത് ഞങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള സുവർണവസരമാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശശികുമാര വർമ്മ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി പറഞ്ഞു, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിശ്വാസികൾക്ക് അനുകൂലമല്ല, അതുകൊണ്ട് താൻ ഈ നാമജപ യാത്രകൾക്കൊക്കെ നേതൃത്വം കൊടുത്ത പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി പറഞ്ഞു, താൻ ഒരിക്കലും BJP-ക്ക് അനുകൂലമല്ല, കാരണം ഈ വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിൽ BJP ശരിയായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭരണഘടനാപരമായ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ BJP-യുടെ നിലപാട് അതായിരുന്നു. CPM ഇതിന് എണ്ണ ഒഴിക്കുന്ന രീതിയിൽ, വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കാണാതെ അതിന് എണ്ണ ഒഴിക്കുന്ന രീതിയിലുള്ള സമീപനവുമായി മുമ്പോട്ട് പോയി. ഇത് മാത്രമാണ് ഈ ശബരിമല വിഷയം ഇത്രയും രൂക്ഷമാകാനുള്ള കാരണം. ശ്രീ റഹീം, അതായത് എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്ന്, പ്രധാനമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത് ഏത് വിഷയത്തെക്കുറിച്ചാണ് എന്നിപ്പോൾ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായല്ലോ. എന്താണ് മറുപടി? പൂർണ്ണമായി മറുപടി പറയാൻ സമയം തരണം. ഇവിടെ ശ്രീ B. ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചു ഹർഷൻ്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെയൊന്നും തന്നിട്ടില്ല എന്ന്. ഞാൻ വായിച്ച സമയം കളയേണ്ടതില്ലെങ്കിൽ വായിക്കാതിരിക്കാം. ആ ഓർഡർ എൻ്റെ കൈവശമുണ്ട്. സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ കൊടുത്ത, കർണാടക ഗവൺമെൻറ് കൊടുത്തിട്ടില്ല, തമിഴ്നാടിനും കേരള ഗവൺമെൻറ്റും കൊടുത്ത നിർദ്ദേശം, അതിൽ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് എല്ലാ മിഷണറിയും എല്ലാ മെഷർമെൻറ്റും എടുക്കണമെന്ന്. വേറൊരു കാര്യം, സുപ്രീം കോടതിയുടെ വിധിയാണ് ഒരു വശത്തുള്ളത്, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. ആ വിധി നടപ്പിലാക്കുക എന്നത് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റെടുത്ത ഏതൊരു സർക്കാരിൻ്റെയും ബാധ്യതയാണ്, നിയമപരമായ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് സർക്കാർ നിർവഹിക്കാൻ മുൻപോട്ട് പോയത്. അല്ലാതെ ഞങ്ങൾക്കതിൽ യാതൊരു പിടിവാശിയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാര്യം ശ്രീ B. ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നു, ഒഴിഞ്ഞുമാറിപ്പോകരുത് താങ്കൾ. ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് ആദ്യമായി ലേഖനം എഴുതിയയാൾ O. രാജഗോപാലാണ്. എന്തുകൊണ്ട് നിങ്ങളത് വിമർശിക്കുന്നില്ല? ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത പത്രം ജന്മഭൂമിയാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനം സ്വാഗതം ചെയ്യുകയും ഉടൻ തന്നെ യുവതികളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട നേതാവിൻ്റെ പേര് K. സുരേന്ദ്രൻ എന്നാണ്. ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞതും നിങ്ങളാണ്. പ്രേരണാകുമാരി, കേസ് കൊടുത്ത പ്രേരണാകുമാരി BJP-യുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇന്ന്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതിലുള്ളത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിലെ സുവർണാവസരം എന്ന് മാത്രം പറഞ്ഞ് നടന്നവരാണിത്. ഇതിനൊരു രാഷ്ട്രീയ അവസരമായിട്ടാണ് നിങ്ങൾ കണ്ടത്. വർഗീയത പ്രചരിപ്പിക്കാനും മന്ദിർ പ്രശ്നമുയർത്തി, അയോധ്യ പ്രശ്നമുയർത്തി എങ്ങനെയാണോ ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയ നേട്ടം കൊയ്തത്, ശബരിമലയെ മുൻനിർത്തി അത്തരമൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഈ കേരളത്തിൽ അവസരം മറ്റൊരു തരത്തിൽ ആലോചിച്ചുകൂടെ? കാരണം ഇത് എന്താണ് ഭക്തരുടെ ആഗ്രഹമെന്നും ഭക്തരുടെ മനസ്സിലിരിപ്പെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് വളരെ എളുപ്പത്തിൽ BJP-ക്ക് അതിന് മറുപടി പറയാൻ കഴിയുമല്ലോ. കാരണം
ഭക്തർ ആഗ്രഹിക്കുന്നത് അവിടെ സ്ത്രീ പ്രവേശനം യുവതി പ്രവേശനം ഉണ്ടാവരുത് എന്നാണെന്ന് BJP-ക്കാർ തിരിച്ചറിഞ്ഞത് ഈ വിധി വന്നതിനും ശേഷം, അതിനുശേഷം ഈ പറഞ്ഞ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നാമജപ യാത്രയും ഒക്കെ നടന്നതിന് ശേഷമാണ് BJP തിരിച്ചറിഞ്ഞത്. അപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ BJP ഭക്തർക്കൊപ്പം നിന്നു. അങ്ങനെ ലളിതമായി അതിനെ വ്യാഖ്യാനിക്കാമല്ലോ അവർക്ക്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നത് അത് അവരുടെ ഒരു വാദം, ഞാൻ പറയുന്നതല്ല. അതവരുടെ വാദം, അവർ മാറിയതിന്, അവർ യൂട്ടേൺ അടിച്ചതിന് പറയുന്ന ന്യായം. ഞാൻ ചോദിക്കുന്നത് അതല്ല. സ്ത്രീ പ്രവേശനം വിശ്വാസപരമായി തെറ്റോ ശരിയോ? ഇപ്പോൾ സ്ത്രീകൾ പ്രവേശിച്ചത് ഹിന്ദു വിശ്വാസപ്രകാരം തെറ്റല്ല, ആചാര ലംഘനമല്ല എന്നല്ലേ, അതുകൊണ്ടല്ലേ അവർ ലേഖനം എഴുതിയത്, കേട്ടണമെന്ന് ആവശ്യപ്പെട്ടത്. BJP അതിനെ, RSS അതിനെ ആചാര ലംഘനമായി കരുതുന്നുണ്ടോ? ഇല്ല. പെജാവർ മഠാധിപതി കയറിയതിന് ശേഷം പറഞ്ഞു അത് ആചാര ലംഘനമല്ല. പോട്ടെ, ഇവരെന്താ കരുതിയത്? ഇവരാവശ്യപ്പെട്ടതല്ലേ. ഇപ്പോൾ ആചാര ലംഘനത്തിന് RSS ആവശ്യപ്പെടില്ലല്ലോ, രാജഗോപാൽ ആവശ്യപ്പെടില്ലല്ലോ. അപ്പോൾ RSS ആവശ്യപ്പെട്ടു, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. പിന്നെന്തിനാണ് ഇവർ ആചാര ലംഘനം നടത്തി എന്ന് പറഞ്ഞ് ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത്? അപ്പോൾ അത് തന്നെ രാഷ്ട്രീയ കാപട്യമാണ്, അതൊരു പൊളിറ്റിക്കൽ ക്രൈമാണ്. ഇവിടെ പ്രശ്നം BJP ഇതൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ കോൺഗ്രസ് എന്താ ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്? വല്ലാതെ ചിരിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങൾ പറയുന്നു വിശ്വാസികൾക്കൊപ്പം. ശരിയായിരുന്നു. 1989 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഒരു സംഘം വിശ്വാസികൾ ചെന്ന് രാമക്ഷേത്രത്തിന് ശിലയിട്ടത്. അന്ന് രാജീവ് ഗാന്ധി വിശ്വാസികൾക്കൊപ്പമായിരുന്നു, ശിലയിട്ട വിശ്വാസികൾക്കൊപ്പം. ആ ശിലയിലാണ് പിടിച്ചവർ പിന്നീട് കയറിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. 92 ഡിസംബർ 6 പകൽ 12:15 ഇതുപോലെ കുറേ വിശ്വാസികൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഒത്തുകൂടി. ബാബറി മസ്ജിദ് അവരങ്ങ് തകർത്തു, വിശ്വാസം സംരക്ഷിച്ചു. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അപ്പോഴും നിങ്ങൾ വിശ്വാസികൾക്കൊപ്പമായിരുന്നു, തകർക്കാൻ വന്ന വിശ്വാസികൾക്കൊപ്പം. ഇന്ത്യയിലുടനീളം പശുവിൻ്റെ പേരിൽ ആളുകളെ കൊന്നു. ആളുകളെ കൊന്നപ്പോഴും നിങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഗോവധ നിരോധനം ആദ്യം കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഇനി പോട്ടെ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ശ്രീ ദീപ്തി മേരി വർഗീസിന് ഇപ്പോഴും പിണറായി വിജയനോട് CPM-നോട് നിങ്ങൾ ഇത്ര വലിയ കലഹം ഉയർത്തുന്നത്? നിങ്ങളുടെ കൺമുമ്പിലല്ലേ PS ശ്രീധരൻപിള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ വർഗീയ പരാമർശം നടത്തി? ഒരു കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തോ? എന്തേ കൊടുത്തില്ല? ഇനി പോട്ടെ, ശ്രീ ഹർഷൻ, ഞാൻ വിനയപുരസ്സരം ചോദിക്കുന്നു. കൊല്ലത്തെ UDF-ൻ്റെ സ്ഥാനാർത്ഥി നടത്തിയൊരു പ്രസംഗമുണ്ട്. ചിദാനന്ദപുരി എന്ന സ്വാമിയും പിന്നെ നമ്മുടെ യോഗി ആദിത്യനാഥും PS ശ്രീധരൻപിള്ളയും എല്ലാം തോറ്റുപോകും. ആ പ്രസംഗം കേട്ടോ നിങ്ങൾ? ഇതുപോലെ പച്ച വർഗീയത പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ ഒരു കാര്യം കൂടി ദീപ്തി മേരി വർഗീസിനോട് ചോദിക്കുന്നു, മറുപടി പറഞ്ഞിട്ടേ പോകാവൂ. ഈ കൊല്ലത്ത് BJP വോട്ട് കച്ചവടം നടത്തുന്നു UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയെന്ന് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചതായി വാർത്ത വന്നു. അത് സംബന്ധിച്ച് ശ്രീ പ്രേമചന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഏഷ്യാനെറ്റ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മറുപടി? BJP-യുടെ വോട്ട് കിട്ടിയേക്കാം, ഇതായിരുന്നു മറുപടി. എന്താണ് BJP ബാന്ധവത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ മിണ്ടാതെ പോകുന്നത്? കൊല്ലത്ത് അപ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയിരിക്കുന്നത് ആർക്ക് വേണ്ടി? ഹർഷൻ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കോൺഗ്രസിൻ്റെ വിപ്പ് പോലും അദ്ദേഹത്തിന് ബാധകമല്ല ഡൽഹിയിൽ മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ. ഓർമ്മ വേണം, കോൺഗ്രസിന്റെ വിപ്പ് പോലും ബാധകമല്ല. എന്തായാലും മറുപടി പറയുന്നത് കേൾക്കാം. ഞാൻ അതിലേക്ക് പോകുന്നത് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനിലേക്കാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഇത് ശബരിമല എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും സജീവമായി ആദ്യം അവതരിപ്പിച്ചത് സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപി അത് പറഞ്ഞില്ല എന്ന് താങ്കൾ പറയരുത്. അദ്ദേഹം വളരെ വ്യക്തമായി ശബരിമലയുടെ പേരിൽ തന്നെയാണ് അദ്ദേഹം ആദ്യം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പിന്നീട് അതിനെ IN എന്നതിലേക്കൊക്കെ എത്തിക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹം ശബരിമല തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശബരിമല, അയ്യപ്പൻ എന്ന് പറഞ്ഞില്ല, ശബരിമലയിലാണ് അദ്ദേഹം നിന്നത്. എന്തായാലും ആ വിഷയത്തിലേക്ക് കാര്യമായി വരാൻ കഴിയുന്നില്ല എന്ന തോന്നൽ കൊണ്ട് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളെ ജയിലിൽ അടയ്ക്കുന്നു എന്ന വാദത്തിലേക്ക് പ്രധാനമന്ത്രി തന്നെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതും അത് ചർച്ചാ വിഷയമാക്കുന്നത്. ഹർഷൻ, എനിക്ക് സമയം തരണം, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ശബരിമല എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ബാബറി മസ്ജിദ് എന്ന് 24 മണിക്കൂറും വിളിച്ചു പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട ആവശ്യമില്ല. ശബരിമല എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് ഏത് നിഘണ്ടുവിലെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ പറയുന്നത്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റിന് വിരുദ്ധമായിട്ട് ഒരു സമീപനം എടുത്തപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തു, ശബരിമല എങ്ങനെ സ്വാധീനിച്ചു എന്നാണോ? യാതൊരു സംശയവുമില്ല, ഈ ഗവൺമെൻറ് സ്വാധീനിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ശബരിമല പറയാൻ പാടില്ല, ഞങ്ങളുടെ ആരോപണമാണത്. ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശബരിമല പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ശബരിമല എന്നുള്ള വാക്കുച്ചരിക്കാൻ പറ്റില്ല, പറയണം. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചോളൂ, ഞാൻ തന്നെയാണ് പറയുന്നത്.
ഞങ്ങൾ ശബരിമല എന്ന വിഷയം പറയാൻ പാടില്ല എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ശബരിമല പറയാം. അയ്യപ്പൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്താ പറയുന്നത്? എനിക്ക് സമയം തന്നാൽ ഞാൻ പറയാം. ഞാൻ കുറച്ച് വൈകി വന്ന ആളാണ്. ഹർഷൻ എന്നോട് അല്പ സൗമനസ്യം കാണിക്കണം. ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിൽ എന്താ പറയുന്നത്? ശബരിമല എന്ന വാക്ക് പറയാൻ പാടില്ല എന്നോ? അങ്ങനെയാണെങ്കിൽ ബാബറി മസ്ജിദ് പറയാൻ പാടുമോ? രാമക്ഷേത്രവും ശബരിമലയും ഒക്കെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എത്രയോ കാലമായിട്ടുള്ളതാണ് രാമക്ഷേത്രം. അപ്പോൾ അത് തെറ്റാണ്. അത് പറഞ്ഞത് കോഡ് ഓഫ് കോണ്ടക്റ്റിന് വിരുദ്ധമാണ് വാസ്തവത്തിൽ കമ്മീഷണർ. പിന്നെ കമ്മീഷണർ തിരുത്തി ശബരിമല അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ശബരിമല അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിച്ച ആളല്ലേ? അല്ലെങ്കിൽ ശബരിമല ചിത്രം കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുകയല്ലേ ആലപ്പുഴയിലെ ആരിഫ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി? ഇവിടെ റഹീം വന്നിരുന്നിട്ട് വർഗീയതയെക്കുറിച്ചൊക്കെ ഇവിടെ പുലഭ്യം ഭയങ്കര ബഹളം പറയുന്നു കേട്ടോ. മിസ്റ്റർ റഹീം, ആലപ്പുഴയിലെ നിങ്ങളുടെ ആരിഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അദ്ദേഹം മതം എന്ന് പറയുന്നത് വിലക്കുന്നു, എൻ്റെ മതവിശ്വാസം വിലക്കുന്നു, അതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആളാണ്. മതത്തിൻ്റെ പേരിൽ പ്രതിരോധ കുത്തിവെപ്പെടുക്കാൻ തയ്യാറല്ലാത്ത ആളാണ് ആരിഫ്. അന്വേഷിക്കും നിങ്ങൾ പോയിട്ട്. വെണ്ടക്കാക്ഷരത്തിൽ പത്രമുണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല. ഒന്നാമത് വ്യക്തിപരമായ ഒരു ആരോപണമാണ്. ആ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല. ശ്രീ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടോ? പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടോ ഹർഷ? ഇല്ലല്ലോ. നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? പ്രധാനമന്ത്രി വിഷയത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഹർഷൻ, ഞാൻ സംസാരിക്കുമ്പോൾ ഹർഷൻ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് ചർച്ച നിർത്തേണ്ടി വരും. ഞാൻ സംസാരിക്കുന്ന ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ഇല്ലാത്ത ഒരാളെ കുറിച്ച് മറുപടി പറയാൻ ആരും ഇല്ലാത്തപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ പിന്നെ അത് വേറൊരു ചർച്ച മറ്റൊരു തലത്തിലേക്ക് പോകും. അതുകൊണ്ടാണ്. ശരി, നിങ്ങൾ എൻ്റെ സമയങ്ങളല്ലേ ഞാൻ പറഞ്ഞു വന്നത്. മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നു, വർഗീയത പറയുന്നു എന്നല്ലേ റഹീം പറഞ്ഞത്? ഇവിടെ പ്രധാനമന്ത്രി ഇല്ലല്ലോ. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. ആ വസ്തുനിഷ്ഠമായ കാര്യം ഞാൻ ആദ്യം ചോദിക്കാം. ശബരിമലയുടെ പേര് ഒരു സുവർണ അവസരമാക്കി ആ ശബരിമലയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് ശരിയല്ല എന്ന് റഹീം പറഞ്ഞല്ലോ. അതിന് മറുപടി പറയുന്നു, ആദ്യമായിട്ട് ശബരിമലയുടെ പേരിൽ ഈ കേരളത്തിൽ വോട്ട് പിടിച്ചതാരാ? ആദ്യമായിട്ട് ശബരിമലയുടെ പേരിൽ കേരളത്തിൽ വോട്ട് പിടിച്ച ഇടതുപക്ഷമാണ് സാർ. ഇടതുപക്ഷം ശബരിമല തീവപ്പ് കേസ് അത് ഞങ്ങൾ വെളിയിൽ ഞാനൊന്ന് തീർത്തോട്ടെ കേട്ടോ പ്ലീസ് സാർ. നിങ്ങളുടെ ചോദ്യം റഹീമെ, ഞാൻ നിങ്ങൾ ചോദിച്ചതൊക്കെ എനിക്കറിയാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ റഹീമെ സാമാന്യ മര്യാദ കാണിക്കുക. ഞാൻ മറുപടി പറയാം സാർ, നിങ്ങൾ ഇടപെടല്ലേ? ഇതൊക്കെ ഒരു മാന്യമായ ചർച്ചയല്ലേ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പം ഞാൻ മിണ്ടിയില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ശബരിമല എന്ന് പറയുന്ന വിഷയം ഈ കേരള തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നത് ഈ CPM. ശബരിമല തീവപ്പ് കേസ് ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരിപ്പോൾ പറഞ്ഞു രാജഗോപാലിൻ്റെ കാര്യം, അതുപോലെ ജന്മഭൂമിയുടെ കാര്യം. സാർ, ഞങ്ങളുടെ സംഘടനയിൽ ജനാധിപത്യമുണ്ട്, നിങ്ങളുടെ മാതിരിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ജനാധിപത്യമില്ല. ഒരു പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ കെ സുരേന്ദ്രൻ പറഞ്ഞതും രാജഗോപാൽ പറഞ്ഞതുമെല്ലാം അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ സംഘടനയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് ഈ ഭക്തരുടെ സമരത്തിനൊപ്പം നിന്നു, അല്ലെങ്കിൽ ഭക്തരുടെ പ്രതിഷേധത്തിനൊപ്പം നിന്നു അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് പറയുന്നതിന് മുമ്പ് ഇടയിൽ പറഞ്ഞാൽ എങ്ങനെ? അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം പറയുന്നത് അതിന് മറുപടി പറയാനാ. ഞങ്ങളുടെ സംഘടന ഒരു തീരുമാനമെടുത്തു. ആ സംഘടനയുടെ കൂടെ രാജഗോപാലൻ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ സംഘടന ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ പേരിൽ രാജഗോപാലില്ലേ? RSSന്റെ ഗോപാലൻകുട്ടി മാസ്റ്ററാ? അല്ല, ഒരു മിനിറ്റ്. RSS ആയാലും ഗോപാലകൃഷ്ണൻ ആരായി? ഗോപാലൻകുട്ടി മാസ്റ്റർ നിങ്ങളെ സാർ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ അവസരമല്ലേ? RSSന്റെ കേരളത്തിൽ ഒന്നാമനല്ലേ? നിങ്ങൾ പറ. ശബരിമല വിധിയെ സ്വാഗതം ചെയ്യുന്നതായി RSSന്റെ കേരളത്തിന്റെ ചീഫ് നമ്പർ 1 ഗോപാലൻകുട്ടി മാസ്റ്റർ പത്രക്കുറിപ്പ് ഇറക്കിയില്ലേ? അത് വ്യക്തിപരമല്ലല്ലോ. ഒരു സംഘടനയുടെ സെക്രട്ടറി ഔദ്യോഗിക ലെറ്റർ പേഡിൽ പത്രക്കുറിപ്പ് ഇറക്കിയില്ലേ? നിങ്ങളുടെ മുഖപത്രം അതിനെ ആദ്യമായി സ്വാഗതം ചെയ്തില്ലേ? നിങ്ങളുടെ നിലപാട് അതല്ലേ? ശബരിമലയിൽ കേസ് കൊടുത്ത എന്റെ സമയം കളയല്ലേ റഹീമെ? നിങ്ങൾ നിർത്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഏറ്റവും ആദ്യം ഉയർത്തി കാണിച്ചത് RSSന്റെ
സർ കാര്യവാഹിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സർ കാര്യവാഹ് കൊടുത്ത ഒരു വാർത്താക്കുറിപ്പ്, ആ വാർത്താക്കുറിപ്പാണ് ഇടതുപക്ഷക്കാർ എന്നും ഉയർത്തിക്കാട്ടിയത്. ആ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന വിഷയത്തിൽ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിക്കവേ അദ്ദേഹം പറഞ്ഞു, എവിടം വരെ സ്ത്രീകൾക്ക് പോകാം, എവിടം വരെ പുരുഷന്മാർക്ക് പോകാം, അവിടെ വരെ സ്ത്രീകൾക്ക് പോകാം. പിന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ, അത് നിങ്ങളെ അല്ല, നിങ്ങളെ ഒരു മിനിറ്റ്, നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ പെടല്ലേ? അതിനുശേഷം നിങ്ങൾ ചോദിച്ചോ. അതായത് റഹീം പറയുന്നത് ഇവിടെ ജന്മഭൂമി പത്രത്തിൽ ഈ വിധിയെ സ്വാഗതം ചെയ്തു വന്ന ലേഖനവും ഗോപാലൻകുട്ടി മാസ്റ്ററുടെ ഈ വിഷയത്തിലെ നിലപാടുമൊക്കെയാണ്, ഭയ്യാജി ജോഷിയെ കുറിച്ചല്ല. ഞാനൊന്ന് ചോദിക്കോട്ടെ, ഇടയിലിടയിൽ കയറി റഹീം ഇടപെടുന്നത് ശരിയല്ല. റഹീം, നിങ്ങളൊന്ന് സമാധാനപ്പെട്ടിരുന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക. അതല്ലൊരു മാന്യത. ഞാനൊന്ന് പറയുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് എൻ്റെ റഹീമെ? ഇതൊന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവമാണ്. നിങ്ങളൊന്ന് സമാധാനപ്പെട്ടിരിക്കുക. അതുകൊണ്ട് അന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളെടുത്ത സമീപനം അങ്ങനെയായിരുന്നു. അതിനുശേഷം വിധി വന്നു. വിധി വന്നപ്പോൾ ഗോപാലൻകുട്ടി മാഷ് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പൂർണ്ണമായിട്ടും ശരിയല്ല. അതിനകത്ത് ഗോപാലൻകുട്ടി മാഷ് പറഞ്ഞതുണ്ട്, ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തണം. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. അത് കഴിഞ്ഞ സമയത്താണ് ഒരുമിച്ചിരുന്ന് സംഘടന ആലോചിച്ചത്. സംഘടന തീരുമാനമെടുത്തു. സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തതിന് ശേഷം ഈ നാട്ടിലെ നിങ്ങൾ വെറുതെ ഞാൻ സംസാരിക്കലേ, നിങ്ങളുടെ ചോദ്യം ഇത് ശരിയല്ല. ഇത് ശരിയല്ല. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ദീപ്തി മേരി കുറെ ആരോപണങ്ങൾ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇതിനിടയ്ക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെയാണ്? ഇനി ഇടപെടില്ല. പറഞ്ഞോളൂ. ഗോപാലൻകുട്ടി മാഷായാലും ശരി, ഒ രാജഗോപാലായാലും ശരി, ജന്മഭൂമി ആണെങ്കിലും ശരി, ഞങ്ങൾ സ്വാഗതം ചെയ്ത ആരായാലും ശരി, അതൊക്കെ വ്യക്തിപരമായിട്ട് സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ സംഘടന ഒരുമിച്ചിരുന്ന് അഭിപ്രായം സ്വീകരിച്ചു. സംഘടന ഒരുമിച്ചിരുന്ന് അഭിപ്രായം സ്വരൂപിച്ചു. അതിൻ്റെ മുന്നിൽ ഗോപാലൻകുട്ടി മാഷുമുണ്ട്, അതിൻ്റെ മുന്നിൽ സുരേന്ദ്രനുമുണ്ട്, അതിൻ്റെ മുമ്പിൽ ഒ രാജഗോപാലുമുണ്ട്. ദീപ്തി മേരി, ഡോക്ടർ മേരി, അഡ്വക്കേറ്റ് മേരി ദീപ്തി ഇവിടെ ഒരു കാര്യം പറഞ്ഞു. മേരി ദീപ്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിക്കോട്ടെ എന്ന് ആദ്യമായിട്ട് ഒരു കോടതിയുടെ മുമ്പിൽ കൊടുത്തത് ആരാന്നറിയോ? കോൺഗ്രസ് ആണ്. 1991 ഹൈക്കോടതിയിൽ CPM അല്ല, നിങ്ങളാണ്. അതുകൊണ്ട് നിലയ്ക്കൽ പ്രക്ഷോഭം ശബരിമലയെ തകർക്കാൻ കൊണ്ടുവന്നത് നിങ്ങളാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഞാൻ ചോദ്യത്തിലേക്ക് പോയി സമയം കളയുന്നില്ല. ഈ പറഞ്ഞതിന് രണ്ടിനുമുള്ള മറുപടിയിലേക്ക്. വളരെ ഒരു വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. 91 കോൺഗ്രസ്, നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നു. നിങ്ങൾ കുറെ നേരമായാലോ സംസാരിക്കുന്നു. ഞാനിവിടെ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. നിങ്ങൾ 91 കോൺഗ്രസ് സ്ത്രീകളെ കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു എന്ന് പറയണു. ഇത് എവിടുത്തെ ചരിത്രമാണ് നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ സത്യവാങ്മൂലം കൊടുത്തത് വിശ്വാസികൾക്ക് അവരുടെ ആചാരം അനുസരിച്ച്, വിശ്വാസത്തിനനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കാവൂ എന്നുള്ളതായിരുന്നു സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് സുപ്രീം കോടതി കൊടുത്തത്. ആ സുപ്രീം കോടതിയുടെ വിധിയെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നപ്പോൾ മാറ്റിക്കൊടുത്തത്. നിങ്ങളുടെ എല്ലാ സംഘടനകളും, ഭയ്യാജി ജോഷിയും ഈ പറയുന്ന ഒ രാജഗോപാലും ഉൾപ്പെടെ എല്ലാവരും ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന് തന്നെയായിരുന്നു അഭിപ്രായം. പക്ഷേ ഈ വൻപിച്ച നാമജപ ഘോഷയാത്രകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വിരളി പൂണ്ട് നിങ്ങൾ ഇപ്പോൾ ഭക്തജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പമായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാമായിരുന്നു. പക്ഷേ നിങ്ങൾ അതും ചെയ്തില്ല. അവിടെയും നിങ്ങൾ ചതിച്ചു വിശ്വാസികളെ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ഭരണഘടനാപരമായി ചെയ്യേണ്ട ഓർഡിനൻസിലേക്ക് നിങ്ങൾ വന്നില്ല. അതിന് നിങ്ങൾ ചിന്തിച്ചില്ല. അതിനുള്ള ചർച്ച നടത്തിയില്ല. നിങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്തു എന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചത്? നിലയ്ക്കലിൽ വരുന്നവരെ മുഴുവൻ ആക്രമിക്കാം എന്നാണോ നിങ്ങൾ തീരുമാനിച്ചത്? എന്തായാലും CPM-ന്റെ ഗവൺമെന്റ് ആണ് ഇത്തരത്തിൽ ഉത്തരവ് വരാൻ കാരണം. ഇവിടെ റഹീം സൂചിപ്പിച്ചതുപോലെ ഈ ഉത്തരവ് വന്നതിന് ശേഷം അല്ല, റഹീം പറഞ്ഞതിനും കൂടെ എനിക്ക് മറുപടി പറയണം.
റഹീം പറഞ്ഞു ഈ ശബരിമലയുടെ ഉത്തരവ് വന്നു, കോടതി പറഞ്ഞു. ഇവരെല്ലായിടത്തും പറയുന്നത് ഇത് തന്നെയാണ്. ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കരുത് എന്ന് തന്നെയാണ്. കാരണം ശബരിമല വിഷയമാക്കിയാൽ അവർക്ക് വോട്ട് പോകുമെന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ 2 സ്ത്രീകൾ ചെന്നപ്പോൾ അവർ കയറ്റാതിരുന്നത്, പോലീസ് തടഞ്ഞത്. അപ്പോൾ ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവസരവാദപരമായ പെരുമാറ്റമാണ് ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഇവർ വിശ്വാസികൾക്കൊപ്പമല്ല. കോൺഗ്രസ് എടുത്തത് എപ്പോഴും വിശ്വാസികൾക്കൊപ്പമുള്ള നിലപാട് തന്നെയാണ്. റഹീമിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ, നിങ്ങൾ ബാറിന്റെ വിധി വന്നപ്പോൾ നടപ്പിലാക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ നാഷണൽ ഹൈവേയുടെ പേര് മാറ്റുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ ആത്മാർത്ഥത, കോടതിയോടുള്ള ആത്മാർത്ഥതയൊക്കെ നമുക്കറിയാം. നിങ്ങൾ ജഡ്ജിമാരെ ശുംഭൻ എന്ന് വിളിച്ചവരാണ്. അതുകൊണ്ട് കോടതിയോട് ഞങ്ങൾ ആത്മാർത്ഥത കാണിച്ചു. വി ആർ ബൗണ്ട് ടു ഡു, വി ആർ ബൗണ്ട് ടു ഒബേ എന്നുള്ളത് നിങ്ങൾ പറയണ്ട. തീർച്ചയായും നമുക്ക് ഇതിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഉയർന്ന ഈ ആരോപണത്തിലേക്ക് തന്നെ വരാം. ഈ ജയിലിൽ വിശ്വാസികൾക്ക് ജയിലിൽ പോകേണ്ട സാഹചര്യം അത് കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണമോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വോട്ടാക്കാൻ വേണ്ടിയുള്ള ആരോപണമോ ആയല്ല അപ്പോൾ കോൺഗ്രസ് കാണുന്നത് എന്നാണോ? അങ്ങനല്ല. വിശ്വാസികളെ ഒരു കാരണവശാലും അത്തരത്തിൽ ഉപദ്രവിക്കാനോ ജയിലിലിടാനോ പാടില്ല. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അത് വിശ്വാസികളായിരിക്കണം. അവിടെ സമരം ചെയ്ത് അവിടെ വന്ന ഭക്തജനങ്ങളെയും അവിടെ വന്ന ചാനലുകാരെയും ആക്രമിക്കാൻ പോയവരെ ജയിലിലിട്ടേ പറ്റുള്ളൂ. പക്ഷേ വിശ്വാസികളെ ജയിലിൽ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അതിന് അനുകൂലമല്ല, എതിരാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, വളരെ പെട്ടെന്ന്, കാരണം നിങ്ങൾ എല്ലാ പാനലിസ്റ്റുകളും വൈകി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ സമയം ഇങ്ങനെ വല്ലാതെ പോയത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. വൈകി വന്നതിൽ ക്ഷമിക്കുന്നു. പക്ഷേ അഡ്വക്കേറ്റ് മേരി ദീപ്തി, എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ വക്കീലാണ്, കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്നുകൂടി. ഹൈക്കോടതിയുടെ മുമ്പിൽ ജസ്റ്റിസ് പരിപൂർണൻ അദ്ദേഹത്തിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഈ കേസ് ആദ്യം വന്നത്. ഓടി സുപ്രീം കോടതിയുടെ മുമ്പിൽ പോവുകയായിരുന്നില്ല. ജസ്റ്റിസ് പരിപൂർണൻ്റെ ആ ബെഞ്ചിൽ 1991 അന്ന് കരുണാകരനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അന്ന് ജസ്റ്റിസ് പരിപൂർണൻ്റെ മുമ്പിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് മണ്ഡലകാലം ഒഴിച്ച് ബാക്കി ഏത് കാലത്ത് വേണമെങ്കിലും യുവതികളെ പ്രവേശിപ്പിക്കാം, ഒരു വിരോധവുമില്ല എന്നാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അഫിഡവിറ്റ് വായിക്കണം. വെറുതെ അറിയാത്ത കാര്യം ഒന്നും ഇവിടെ സംസാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ശബരിമല വിഷയത്തിൽ, ശബരിമല എന്ന് പറയുന്നത് നിലയ്ക്കലുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ പ്രക്ഷോഭം. പ്ലീസ്, ശരി, നിലയ്ക്കൽ എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടാക്കിയതും നിങ്ങളുടെ ഗവൺമെൻറ്റാണ്. അടി കിട്ടിയതാണ് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഇന്നത്തെ കെ മുരളീധരൻ്റെ കുടുംബത്തിന്. എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ, പറഞ്ഞാൽ എനിക്കെല്ലാം പറയേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു എന്താ നിങ്ങൾ ചെയ്തത്? ഒ രാജഗോപാൽ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് ഒ രാജഗോപാൽ ഒരു പ്രമേയം, ഞാൻ നിങ്ങളെ സംസാരിക്കുമ്പോൾ സംസാരിച്ചില്ലല്ലോ, നിങ്ങളൊന്ന് സംസാരിക്കാതിരിക്കൂ. സ്ത്രീ ഇങ്ങനെ ചെയ്യല്ലേ? നിങ്ങൾ വാസ്തവികമാണെങ്കിൽ ഞാൻ പിന്നെ സംസാരിക്കാം. ഈ ഒ രാജഗോപാൽ നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയം നിങ്ങൾക്ക് പിന്തുണയ്ക്കാമായിരുന്നില്ല. അതായത് ഈ നീണ്ട കേസുകളുടെ നിര തന്നെയാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത് പറയിച്ചത്. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അതിന്റെ അവസാന ഘട്ടത്തിൽ അതൊരു ചർച്ചാ വിഷയമാക്കുന്നതിൽ പ്രധാനമന്ത്രി വിജയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതും. അത് ഈ അവസാന ദിവസങ്ങളിൽ ക്ലച്ച് പിടിക്കുമോ? ശബരിമല മാത്രമേ ക്ലച്ച് പിടിക്കുള്ളൂ. അല്ല, ഇത് ജനങ്ങൾക്ക് ഈ നോട്ട് നിരോധനത്തിന്റെയും GSTയുടെയും മഹാദുരന്തങ്ങളുടെയും കാര്യങ്ങൾ അറിയാം. മറ്റൊന്ന്, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾക്ക് വിലത്തകർച്ചയുണ്ടാക്കിയ കോൺഗ്രസിൻ്റെയും BJPയുടെയും കാര്യങ്ങൾ അറിയാം. എല്ലാ ദിവസവും മലയാളികൾ പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട്. പെട്രോളിൻ്റെ വിലവർധനവും അറിയാം. അങ്ങനെ ഇതെല്ലാം അറിയാവുന്ന ജനങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണ നേട്ടം വളരെ കൃത്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതെല്ലാം അറിയാവുന്ന ജനങ്ങൾ, വളരെ വിസിബിളായ ജനങ്ങൾ, ഇവിടെ ഇപ്പോൾ വളരെ സുതാര്യമായൊരു സമൂഹത്തിൽ ഇവർ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എന്തിനു വേണ്ടി ഇവർ ഇത് ചെയ്യുന്നു എന്നും വളരെ കൃത്യമായി അറിയുന്നൊരു പൊതുസമൂഹം. മാത്രവുമല്ല, പുതിയ തലമുറ, ആ പുതിയ തലമുറയ്ക്ക് അതിനെ സംബന്ധിച്ച് നന്നായിട്ടറിയാം. അപ്പോൾ കള്ളങ്ങൾ എന്തായാലും അടുത്ത ദിവസം എല്ലാവരും ഈ ചർച്ചയ്ക്ക് മുമ്പ് ചർച്ചയ്ക്ക് എത്തിച്ചേരണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് വിശദമായി ചർച്ച എല്ലാവർക്കും വിശാലമായി ലഭിച്ചേനെ. ഞാൻ ഖേദത്തോടെ ഇടപെടുകയാണ്. നന്ദി ശ്രീ എ റഹീം, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം. Watching 24 from News Headquarters, Kochi.